ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോപൊലി. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മുടിയൻ സാധുവും ആ ഒരു പവർഫുൾ അരങ്കാറും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനൊക്കെ ഇട്ട് ഒരു ഞാട്ടിയിടി ബഹളം. ആ അരങ്കാറാണെങ്കിൽ സാധുവിനോട് പറയും, മര്യാദയ്ക്ക് നീ ഫൈറ്റ് ചെയ്യും, അതല്ല എങ്കിൽ ഇവിടുന്ന് തിരികെ പോ. എന്റെ ബോസ് ഐസന് ഒരുപാട് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ നീ വരാനായിട്ട് പാടില്ല. എത്രയും വേഗം ഇവിടം വിട്ട് പോകണം. അല്ല, നീ പോവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലും. എനിക്ക് നിന്നെ കൊല്ലണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷെ നീ തന്നെ നിന്നെ കൊല്ലാനായിട്ട് എന്നെ നിർബന്ധിക്കരുത്. എന്നാ അരങ്കാറാണെങ്കിൽ ഇപ്പൊ മുടിയൻ സാധുവിനോട് പറയും. സാധു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യും. മുടിയൻ സാധുവിന് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് റുക്കയെ അവളെ തിരികെ പിടിക്കാനായിട്ട് കഴിയൂ. അവൻ തോറ്റു പിന്മാറാതെ വീണ്ടും വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അരങ്കാറിന്റെ കൺട്രോൾ പോയി സാധുവിനെ അട്ടിച്ച് താഴെ ഇടുകയാണ്. മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒന്നുകിൽ നിന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ നീ എന്നോട് ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ തോൽവി സമ്മതിച്ച് ഇവിടുന്ന് തിരികെ പോ. എനിക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ ഫുൾ സ്ട്രെങ്ത്തിലല്ല എന്നോട് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. നിന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ജയിക്കാനായിട്ട് കഴിയും. എന്നാണെങ്കിൽ അവസാനമായിട്ട് മുടിയൻ സാധുവോട് തീർത്തു പറയും, നീ നിന്റെ ഫുൾ പവർ എടുത്ത് നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അല്പസമയം കഴിഞ്ഞിട്ടും സാധുവിനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. സോ വേറെ വഴിയില്ലാതെ അവൻ അവന്റെ പവർ എടുത്ത് കൈ ചുരുട്ടി മുടിയൻ സാധുവെ കൊല്ലാനായിട്ട് അങ്ങനെ ആഞ്ഞടുക്കുകയാണ്. പക്ഷെ അവനെ ഞെട്ടിച്ച് ഇപ്പൊ നമ്മുടെ മുടിയൻ സാധു പവർഫുള്ളായി ചാടി എഴുന്നേറ്റ് നിൽക്കും. അവന്റെ കൈ ആണെങ്കിൽ കുറെ കൂടെ വലുതായി ആംഡ് കൈ അതങ്ങനെ ജയന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ അരങ്കാറാണെങ്കിൽ ആ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതില് ഒരു ഹോലോയുടെ രൂപമായിരിക്കും അവൻ കാണുക. ഇതെങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഹോലോ പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവനങ്ങനെ വണ്ടർ അടിച്ച് ആ കൈയിലേക്ക് തന്നെ തിരിച്ചു മറിച്ചു നോക്കും. അവനാണെങ്കിൽ സാധുவோടെ തൊട്ടടുത്തേക്ക് വരും. ഇനി ഒരു പക്ഷേ ഇവൻ ഹോലോ ആണോ അതോ ഹ്യൂമൻ ആണോ? അതിന് മുടിയൻ സാധു ആണെങ്കിൽ അവനോട് പറയും, നീ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി എന്റെ ഈ പവർ അത് ഹോലോയോ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു പവറാണ്. ഈ ഹോലോ വേൾഡിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എന്റെ പവറും ബോഡിയൊക്കെ വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. സിറ്റുവേഷനിലും പലപ്പോഴും ഞാനത് തിരിച്ചറിഞ്ഞതാണ്. എന്റെ പവർ അത് ഹോലോയായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന്. ഇവിടേക്ക് വന്ന് ഇവിടെ ഓരോ ഭാഗത്ത് അലഞ്ഞു നടക്കുമ്പോഴും എന്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷം അത് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഉറപ്പിച്ചു എന്റെ ഉള്ളിലെ പവർ അതൊരു ഹോലോ പവർ തന്നെയാണെന്ന്. അതാണ് എനിക്ക് കൂടുതൽ സ്ട്രെങ്ത് നൽകുന്നതെന്നും. അത് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് അങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ആ ഒരു അരങ്കാർ ഹോലോ. അവനാണെങ്കിൽ അത് പറയുന്ന ഉള്ളതാണോ അതോ നുണയാണോ എന്ന് മനസ്സിലാവില്ല. ഇവിടെ മുടിയൻ സാധു ആണെങ്കിൽ തീർത്തു പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് അവനങ്ങനെ പറന്നു വന്ന് ഇപ്പൊ ആ അരങ്കാറിനെ ആഞ്ഞടിക്കുകയാണ്. ആദ്യത്തെ ചില പഞ്ചുകളൊക്കെ ആ അരങ്കാർ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് തെന്നി മാറും. പക്ഷെ അവസാനം നമ്മുടെ മുടിയൻ സാധു അവനാണെങ്കിൽ ഇപ്പൊ അരങ്കാറിനെ പിടിച്ച് വലിച്ച് അവന്റെ കൈ പിടിച്ച് തിരിച്ച് മടക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ അരങ്കാറാണെങ്കിൽ പഠിച്ച പണി 18 ശ്രമിച്ച് ഇപ്പോ മുടിയന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഡബിൾ പവറിൽ ഇപ്പോ അവന്റെ ചില സ്ട്രെങ്ത് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും മുടിയൻ സാധുവായിട്ട് പൊരിഞ്ഞ പോരാട്ടം. നമ്മുടെ സാധു അവൻ വെറും സാധു അല്ല, ഹോലോ പവർ കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ ആണ്. അവനാണെങ്കിൽ അവന്റെ പവർഫുൾ അതുപയോഗിച്ച് ഇപ്പൊ പിടിച്ചു വലിച്ച് അരങ്കാറിനെ അങ്ങനെ അടിച്ച് നിലത്തിടും. സാധുവിന്റെ ഓരോ പഞ്ചിലും അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ കിടുങ്ങി വരച്ച് അവിടെ വലിയൊരു കുഴി തന്നെ രൂപപ്പെടുകയാണ്. അരങ്കാരനാണെങ്കിൽ മുടിയൻ സാധുവിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല. അവൻ പേടിച്ച് ഇപ്പൊ ദൂരേക്ക് തെന്നി മാറും. അതുമാത്രമല്ല അവന്റെ പവർ അത് കുറേയാണെന്ന് അവൻ തിരിച്ചറിയും. സാധുവിന്റെ പവർ അത് നല്ല രീതിയിൽ കൂടുകയാണെന്നും അവൻ മനസ്സിലാക്കും. ആ വില്ലൻ അരങ്കാറാണെങ്കിൽ ഇപ്പൊ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവന്റെ ഫുൾ പവർ പുറത്തെടുത്ത് അവന്റെ റിയൽ ഫോമിലേക്ക് വരും. അവന്റെ റിയൽ ഫോമൊക്കെ കാണിച്ച് മുടിയൻ സാധുവായി പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സാധുവിക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അരങ്കാർ ചെയ്യുന്ന ഓരോ പഞ്ചും ഈസി ആയിട്ട് സാധു അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. അതിനുശേഷം അരങ്കാറിന്റെ അടുത്തേക്ക് വന്ന് പറയും, എന്റെ പവറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതില് എന്റെ ഗ്രാൻഡ് പേയുടെ പവറും ഇൻക്ലൂഡഡ് ആണ്. ഗ്രാൻഡ് പേയുടെ സ്ട്രെങ്ത് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ ഈ സ്പെഷ്യൽ ആം അത് എനിക്ക് കൂടുതൽ പവറും പ്രൊട്ടക്ഷനും നിന്നെ പോലെയുള്ള എതിരാളികളെയും പോരാളികളെയും ശത്രുക്കളെയും ഒക്കെ തോൽപ്പിക്കാനുള്ള പവറും തരുന്നുണ്ട്. സോ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ റിയൽ ഫോമിലേക്ക് മാറിയാലും അതൊന്നും എന്റെ ആമിന്റെ മുൻപിലും എന്റെ പവറിന് മുൻപിലും ഒന്നുമല്ല. നീ ഒരു അരങ്കാറാണ്, നീ ഉപയോഗിക്കുന്നത് ഹോലോ പവറാണ്. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഉള്ളത് പവറും അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് പേയുടെ പവറുമാണ്. ആ രണ്ട് പവറും ഉപയോഗിച്ച് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്ത പിന്നീട് ഐസന്റെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കാൻ നിനക്കാവില്ല. സാധുவோടെ ആ സ്ട്രോങ് വാക്കുകളും അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് ഇപ്പോൾ അവനാണെങ്കിൽ കുറച്ച് പേടിയാവും.
ശരിയാവും. അതുമാത്രമല്ല അടുത്ത നിമിഷം ആ അരങ്കാരന് ഡബിൾ ഷോക്ക് കൊടുത്തുകൊണ്ട് ഇപ്പൊ മുടിയൻ സാധുയ്ക്ക് മറ്റൊരു ആമും അങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. അത് കണ്ട അരങ്കാർ മാത്രമല്ല സാധുവും ഒരു സെക്കൻഡ് ഞെട്ടും. ഇത്രയും കാലവും അവന്റെ ഒരാമിന് മാത്രമായിരുന്നു ഒരു സ്പെഷ്യൽ എബിലിറ്റി പവർ അതൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവന്റെ അടുത്ത ആമും ഡിഫറെന്റായി പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. പക്ഷെ അത് ശരിക്കും ഒരു ഹോലോ ആം പോലെ തന്നെയാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം തന്നെ റിയലൈസ് ചെയ്യുന്ന അതേ സമയം ഇവിടെ അരങ്കാർ അവന് കാര്യങ്ങൾ വഷളാവുന്നെന്ന് മനസ്സിലാക്കി അവനൊരു വലിയ പവർ അത് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. എത്രയും വേഗം സാധുവെ തകർക്കുക, അതാണ് അവന്റെ ലക്ഷ്യം. അല്ല എങ്കിൽ മുടിയൻ സാധു ആണെങ്കിൽ അവന്റെ രണ്ടാമം ഉപയോഗിച്ച് അവനെ മാത്രമല്ല അവിടെയുള്ള എല്ലാ അരങ്കാസിനെയും നശിപ്പിച്ച് ക്യാപ്റ്റൻ ഐസന് തന്നെ ഒരു വെല്ലുവിളിയായി തീരുമെന്ന് അവൻ മനസ്സിലാക്കും. അവൻ അത്രയും അൺലിമിറ്റഡ് പവർ അതെടുക്കുമ്പോൾ തന്നെ മുടിയൻ സാധുവിന് അവന്റെ മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാകും. സാധു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവന്റെ പവർ മുഴുവനായിട്ടും സാധുവിന്റെ നേർക്ക് അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അതിന് സാധുവാണെങ്കിൽ സിമ്പിളായി അവന്റെ രണ്ടാമം ഉപയോഗിച്ച് ആ ഒരു പവറിനെ തന്നെ മുഴുവനായിട്ടും ഡൈവേർട്ട് ചെയ്ത് അതവന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ കൺട്രോൾ പോയി അവൻ അടിച്ചു വീഴുകയാണ്. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. അവനാണെങ്കിൽ സാധു തന്നെ അങ്ങനെ പതിയെ നോക്കും. അവന്റെ പവർ അതവൻ കരുതിയതിലും ഒരുപാട് കൂടുതലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു അത്. താൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, സാധുവെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കും. മാത്രമല്ല ഐസന്റെ പണിഷ്മെന്റിന് ഇരയാവാൻ പോവുകയാണെന്നുള്ള സത്യവും അവൻ അവന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. മുടിയൻ സാധു ആണെങ്കിൽ ആ അരങ്കാരനടുത്തേക്ക് വന്ന് അവനെ ചെക്ക് ചെയ്യും. അവനാണെങ്കിൽ ജീവന് യാതൊരു കുഴപ്പമില്ല. അവൻ സാധു എങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാധു ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവൻ നോർമലായി മാറി അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു മോൺസ്റ്റർ അരങ്കാർ അവന്റെ മുൻപിലേക്ക് അങ്ങനെ ഹായ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അതിന് കാണേണ്ട താമസം അതുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ആ ഒരു അരങ്കാർ അത് നിലവിളിച്ചു പറയും, സാധു നീ എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്. ആ ലേഡി അരങ്കാർ അവൾ എന്നെ പോലെയല്ല, വളരെ പവർഫുൾ ആണ്. മാത്രമല്ല അവളുടെ വെപ്പൻസ് അത് ട്രിക്കിയാണ്. അവൾ തീർച്ചയായിട്ടും നിന്നെ സെഡ്യൂസ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് തകർത്ത് കളയും. പക്ഷെ സാധുയ്ക്കാണെങ്കിൽ ഇതിനൊന്നും യാതൊരു പേടിയില്ല. അവനങ്ങനെ ഹായ് ആയിട്ട് നിന്ന് അവളെ തന്നെ നോക്കുകയാണ്. അവളൊരു വില്ല ചിരിയൊക്കെ കൊടുത്ത് അവന്റെ അടുത്തേക്ക് വരും. അതോ ഞൊടിയിടയിൽ അവന്റെ ഹോളോ ആംഡ് ഹാൻഡ് അത് ക്രിയേറ്റ് ചെയ്ത് അവൾക്ക് നേരെ അവളെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അതും അതിന്റെ ക്ലോസ് തന്നെ താമസം അതിനെ അച്ചറം പൊച്ചറ ആഞ്ഞടിക്കും. പക്ഷെ അതാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ടായി അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം ഈസി ആയിട്ട് രക്ഷപ്പെടും. സാധു അവന്റെ സർവ്വശക്തി എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ വയറ്റിൽ ആഞ്ഞടിക്കും. പക്ഷെ അതിനാണെങ്കിൽ അതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഹായ് ആയിട്ട് അത് മുടിയൻ സാധുവെ ചിരിച്ചുകൊണ്ട് നോക്കും. അവളാണെങ്കിൽ സാധുവിന്റെ കൈ അതങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അവനെ അട്ടിച്ച് താഴെയിടും. അതൊരു അൺഎക്സ്പെക്റ്റഡ് പഞ്ച് തന്നെയായിരുന്നു. അതിൽ സാധു അട്ടിച്ചു വീഴുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.